ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം, കാരണം സവാള നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം കുറച്ച് വേണ്ടി വരും. കടുക് താളിച്ചു. കുറച്ച് കുരുമുളക് നമുക്ക് പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 10-12 കുരുമുളക്, അതാണ് ഒരു കണക്ക്. നമുക്ക് സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കൂടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ 3 പൊടികളും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ചിട്ടില്ല, അത് വേവാതെ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി പേസ്റ്റാണ് ഏറ്റവും ലാസ്റ്റ്. തക്കാളി പേസ്റ്റ് ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് ഇതൊക്കെ കൂടി വഴരുന്നതിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഗ്രേവി നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക്. ഞാൻ 1 ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട് പൊടികളൊക്കെ. നമുക്ക് മുട്ട ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയിൽ ഞാൻ 2 വര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം ഗ്രേവി അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ഗ്രേവി പുറമേ കണ്ടോ, ഇതാ ഒരു 2 വെറുതെ 2 ഇങ്ങനെ വരച്ചിട്ടിട്ടിരിക്കുക, ഇതാ കണ്ടോ. അപ്പോൾ ഗ്രേവി അതിനകത്തേക്ക് കുറച്ച് കയറിയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയുടെ അകത്ത് ആ ഒരു എഗ് യോക്കിനൊക്കെ ആ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈസി എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.